ഹലോ ഗൈഡ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് ദിവസമായി. നമ്മൾ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട്. ഇതിൻ്റെ ഷോർട്സും നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ സമയത്തിന് കുറച്ച് പരിമിതികളുള്ളത് കാരണമാണ് കേട്ടോ. അപ്പോൾ വെയിൽ ദിവസത്തെ ഒരു വ്ളോഗാണ്. അപ്പം ഞാനും ശ്രീകുട്ടനും നേരത്തെ തന്നെ എണീച്ച് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കാം കേട്ടോ. അവൻ എണീച്ചു വന്നിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് അവനും പറഞ്ഞു എന്നെയും വീഡിയോയിൽ കാണിച്ചിട്ട് കുറേ ദിവസമായല്ലോ എന്ന്. പക്ഷേ ഉണ്ണിക്കുട്ടനെ കാണാണ്ടാവുന്നില്ല. അവൻ ഏത് വഴിയോ ഓടിപ്പോയി ഗൈസ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വർത്താനം എല്ലാം പറഞ്ഞിരുന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടോ എന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകുട്ടനോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ശ്രീകുട്ടൻ മാത്രമൊന്നുമല്ല കേട്ടോ, ഞങ്ങളെ ചുറ്റും വേറെ ആളുകളുണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ മുടി എന്തോ എൻ്റെ വായിൽ പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവനങ്ങ് എടുത്തു വരുമായിരുന്നു. പിന്നെ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ലാസ്റ്റ് ഞാനൊന്ന് ശരിയാക്കി കൊടുത്തു കേട്ടോ. മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട് കേസ്. അതുകൊണ്ട് അത് എവിടെയൊക്കെ കൊഴിഞ്ഞ് കിടക്കുന്നതെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തില്ല. അങ്ങനെ ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അമ്മ ഇഡലിയും ചായയും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറിൻ്റെ വീഡിയോ ആക്ച്വലി ഞാൻ എടുത്തതാണ്, വിട്ടുപോയി. അങ്ങനെ ലാസ്റ്റ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി റെഡിയായി നേരെ വേലയ്ക്ക് പോകും കേട്ടോ. അപ്പോൾ വേലയ്ക്ക് പോകുമ്പോൾ അമ്മമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കുറച്ച് പേരെ മാത്രമേ കാണുന്നുള്ളൂ ഗൈസ്. ഞാൻ വീഡിയോ എടുത്ത ശേഷമാണ് ഞാൻ ആലോചിച്ചത്. പിന്നെ ഞങ്ങൾ കുറച്ചധികം ഫ്രണ്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെയൊക്കെ കാണുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും ഇവർ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇതൊരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വേലയ്ക്ക് പോകുന്ന ആഴ്ച. ഇവിടെയൊന്നുമല്ല, കുറച്ചുകൂടെ അങ്ങ് പോകണം. അപ്പോൾ ഞങ്ങൾ പോകുന്ന ഫസ്റ്റത്തെ ജംഗ്ഷൻ ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു 3 മറ്റും പന്തലുകളുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ജംഗ്ഷനിലെത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോയത് കണ്ടത്തിലോട്ടാണ്. അവിടെയാണ് നമുക്ക് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം നിന്ന് വെടിക്കെട്ടൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ നേരെ മെയിനായിട്ടൊരു സെൻറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ അമ്പലത്തിൻ്റെ. അതായത് ആനയും ചെണ്ടമേളവും ഒക്കെ ഉള്ളത് അങ്ങോട്ടേക്കാണ് ഇപ്പം നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോയി ആനേനെയും ചെണ്ടമേളമൊക്കെ കണ്ട് കുറച്ച് നേരം സത്യം പറഞ്ഞാൽ വായി നോക്കി നിന്നു. അതാണ് സത്യം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വേലപ്പറമ്പിൽ മൊത്തം കൂടെ തെണ്ടി തിരിയാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പോകുന്ന വഴിക്കേ ഞാൻ കഴിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അനിയത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇങ്ങനെ വീഡിയോസിലൊന്നും ഫസ്റ്റ് വരാത്തതാണ്. ഇപ്പോൾ എന്താണെന്നറിയില്ല വന്നു. പിന്നെ ഞങ്ങൾ പോയിട്ട് ബേൽപൂരി ഓർഡർ ചെയ്തു. ബേൽപൂരി തന്നെയാണെന്ന് തോന്നുന്നു ഗൈസ്, എനിക്ക് പേര് വലിയായിട്ട് നിശ്ചയില്ല. അത് ഓർഡർ ചെയ്തിട്ട് അത് കിട്ടാത്ത സമയം കൊണ്ട് ഞാൻ പിന്നെ അമ്പലത്തിൻ്റെ അടുത്തുള്ള പന്തലാണ് കേട്ടോ അത് കുറച്ച് നേരം വായി നോക്കി നിന്നപ്പോഴേക്കും നമ്മുടെ ബേൽപൂരി കിട്ടി. പക്ഷേ 5 പൈസയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു ഗൈസ്. ഭയങ്കര സോഗിയായിരുന്നു, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഒന്ന് കുറവ് പരിഹരിക്കാനായിട്ട് പിന്നെ ഞങ്ങൾ പോയി കഴിച്ച സാധനമാണ് കുൽക്കി സർബത്ത്. അത് മിക്സ്ഡ് ഫ്രൂട്ടും ഉണ്ടായിരുന്നു, ഗ്രീൻ ആപ്പിളും ഉണ്ടായിരുന്നു കേട്ടോ. അത് രണ്ടും കിട്ടുമായിരുന്നു. അങ്ങനെ കുറച്ച് വാരി വലിച്ച് കഴിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ്